അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും അത് ഈ എവിടെയാണോ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ അത് സ്ഥാപിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ പല മുഖ്യമന്ത്രിമാരുടെയും അതിനു മുമ്പുള്ള പലരുടെയും പ്രതിമകൾ ഉടനീളം കേരളത്തിലുടനീളം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ നമ്മുടെ ഭാഷാപിതാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഇതുവരെ പറ്റിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു അഭിമാനം തോന്നേണ്ട കാര്യമാണോ അതോ ലജ്ജ തോന്നേണ്ട കാര്യമാണോ എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതൊരു ചോദ്യമാകണം. എന്തുകൊണ്ട് എഴുത്തച്ഛൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ഭാഷാപിതാവിൻ്റെ ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നമുക്ക് ഇതുവരെ വെക്കാൻ പറ്റുന്നില്ല? അതൊരു ചോദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോടും എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത്. ഇനി അടുത്ത ഈ സമത്വവും സാഹോദര്യവുമൊക്കെ അദ്ദേഹം കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ഇന്ന് കേരളത്തിൽ അങ്ങനെയാണോ? എങ്ങനെയെല്ലാം നമ്മൾ വിഘടിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ പലരും, എസ്പെഷ്യലി ഇലക്ഷൻ സമയത്ത് എങ്ങനെ വിഘടിപ്പിക്കാമെന്നുള്ളത്.